ജമാഅത്തെ ഇസ്ലാമി പരിപാടിയുടെ പ്രചാരകരായി മുസ്ലിം ലീഗ് നേതാക്കൾ. കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഇ.ടി. മുഹമ്മദ് ബഷീറാണ് ലോഗോ പ്രകാശനം ചെയ്തത്. പാണക്കാട് മുനവറലി തങ്ങൾ. വിമർശനമുയർന്നതോടെ മുനവറലി തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കിട്ട ഇതിന്റെ വീഡിയോ പിൻവലിച്ചു. ഇംതിയാസ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഇംതിയാസ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രോഗ്രാമിന് അതിന് മുസ്ലിം ലീഗ് നേതാക്കളുടെ സഹകരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട സഹകരണം ഉണ്ടാകുന്നു? പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം, മുനവറലി തങ്ങൾ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ വീഡിയോ പിൻവലിച്ചത്? രാജീവ് ആൻഡ് ദിവിഷ്, ജമാഅത്തെ ഇസ്ലാമി ഈ ബൈത്തു സക്കാത്ത് എന്ന സംവിധാനവുമായിട്ട് വളരെ വർഷങ്ങളായി ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായിട്ട് തന്നെ ഈ ബൈത്തു സക്കാത്തിനെതിരെ, അതായത് സംഘടിത സക്കാത്ത് എന്നാണ് ഇതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരാലംബരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പണം സമാഹരിച്ച് അവരിലേക്ക് ആവശ്യമായ സാധ്യതകൾ, ആവശ്യമായവ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനെ എല്ലാ കാലത്തും എതിർക്കുന്നവരാണ് ഇരുവിഭാഗം സമസ്തക്കാരും. പക്ഷേ ഇപ്പോൾ മുൻപൊന്നുമില്ലാത്ത വിധം പാണക്കാട് കുടുംബാംഗമായ മുനവറലി തങ്ങൾ, അതുപോലെ തന്നെ ലീഗ് നേതാവായിട്ടുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഒക്കെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, ഇവരുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതിനെതിരെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം ലീഗിന്റെ അകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു, സമസ്തയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഇതിനു പിന്നാലെയാണ് മുനവറലി തങ്ങൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഖലീഫ ഭരണകാലത്തൊക്കെ, അതായത് ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു ഭരണാധികാരിയുള്ള സമയത്ത് അവരുടെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഇത്തരത്തിൽ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്നത്. അതിൽ ഒരു 8ഓളം വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സമാഹരിച്ച് അത് വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അത്തരം ആവശ്യമായ സംവിധാനങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനെ ഇത്തരത്തിലൊരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അപകടകരമാണ് എന്നുള്ളതാണ് പലപ്പോഴും സമസ്തയിൽ നിന്നും ഉയരുന്ന ഒരു എതിരഭിപ്രായം എന്ന് പറയുന്നതും. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇതിനെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ സംഘടിതമായി ഉണ്ടാക്കുന്ന പണം, ആളുകളിലേക്ക് എത്തിക്കാനുള്ള പണം, അതിൻ്റെ ഒരു വിഹിതം ഇവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾക്കും അതുപോലെ തന്നെ ചാനലുകളുടെ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളത് വളരെ നേരത്തെ തന്നെയുള്ള ഒരു ആരോപണമാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ബൈത്തു സക്കാത്തിനെതിരെ ഒരു വിഭാഗം, പ്രധാനമായിട്ടും EK സമസ്തയും AP സമസ്തയും പ്രധാനമായിട്ടും ഇതിനെതിരെ രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുനവറലി തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഇ.ടി. മുഹമ്മദ് ബഷീറും ഇതിനെ പിന്തുണക്കുകയും ഇവരുടെ വേദിയിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായി വരുന്നത്. ഇതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇരുവിഭാഗത്തിൽ നിന്നും ഉയരുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് AP സമസ്തയുടെ മുഖപത്രമായ സിറാജിലും അതുപോലെ തന്നെ EK വിഭാഗം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും ഇതിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടും ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഈ ബൈത്തു സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരിച്ചുകൊണ്ടുള്ള 2 വാർത്തകളും ഇന്ന് 2 പത്രങ്ങളും നൽകിയിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ വിമർശനങ്ങളിലേക്കും ലീഗിനകത്ത് തന്നെ 2 അഭിപ്രായങ്ങളൊക്കെ ഉയരുന്ന രീതിയിലേക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ വന്നേക്കാം.